ഇനി അന്താരാഷ്ട്ര വാർത്തകളുടെ സമയമാണ്. പി ജെയിംസ് എത്തും. അതെ, കുറേ പേര് ജെയിംസ് സാറിനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ജെയിംസ് സാർ. ഗുഡ് മോർണിംഗ് സ്മിത, ഗുഡ് മോർണിംഗ് പ്രവിത. ഹായ്. നമ്മൾ ഗസയിലേക്ക് തന്നെ പോകാൻ തോന്നണല്ലോ ആദ്യം. ഇന്നിപ്പോൾ ഏറ്റവും പുതുതായി വന്ന ഒരു വാർത്തയിൽ ഇസ്രായേൽ ഇന്നലെ രാത്രി ഒക്കെ ആയിട്ട് വന്ന വാർത്തയാണത്. ഇസ്രായേലിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ വാർത്തയുണ്ട്. ഗസയിൽ ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ വലിയ കഷ്ടത്തിലാണെന്ന വാർത്ത വരുന്നുണ്ട് അല്ലേ സ്മിത? യഥാർത്ഥത്തിൽ ഗസയിലെ ഇപ്പം ലോകാരോഗ്യ സംഘടനയുടെ തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ദിനം പ്രതി നിരവധി കുട്ടികൾ ഗസയിൽ പട്ടിണി മൂലം മരിക്കുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏതാണ്ട് 30,000 കവിഞ്ഞ് 30,500 കവിഞ്ഞിരിക്കുകയാണ്. അതിൽ 21,000-ൽ കൂടുതൽ സ്ത്രീകളും കുട്ടികളും മാത്രമാണ്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, അവിടേക്ക് ഭക്ഷണം എത്തുന്നില്ല, മരുന്ന് എത്തുന്നില്ല, ഇന്ധനം എത്തുന്നില്ല, കുട്ടികൾ കൂട്ടത്തോടെ മരണമടയുന്നു എന്ന വാർത്തയാണ് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു മുഖം കുട്ടികൾ കൂട്ടത്തോടെ മരണമടയുന്നു എന്ന് തന്നെയാണ്. അതിനിടയിൽ ഒരുപക്ഷെ സ്മിത അവിടെ പറഞ്ഞ പോലെ ഇസ്രായേലിൽ ഇതാദ്യമായിട്ട് ഈ യുദ്ധത്തിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. പ്രത്യേകിച്ച് ലെബനോനിൽ നിന്ന് ഹെസ്ബുള്ള അയച്ച റോക്കറ്റ് ആക്രമണത്തിലാണ് മലയാളിയായിട്ടുള്ള സിവിൻ മാക്സ്വെൽ, കൊല്ലം വാടി സ്വദേശിയാണ് കൊല്ലപ്പെട്ടത്. നമുക്ക് വലിയ സങ്കടമുള്ള കാര്യമാണ്. ആര് കൊല്ലപ്പെട്ടാലും സങ്കടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു മലയാളി കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ജോലി തേടി ഇസ്രായേലിൽ പോയതാണ്. നമുക്കൊക്കെ അറിയാവുന്നതാണ്. അവിടുന്ന് 10,000-കണക്കിന് പാലസ്തീൻ തൊഴിലാളികൾ ഈ യുദ്ധമുണ്ടായപ്പോൾ അങ്ങോട്ട് പാലസ്തീനിലേക്ക് പോകേണ്ടി വന്നു. ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്നവരാണ്. ടെല്ലവീവിലൊക്കെ ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 100,000-ഓളം പേര് പുതുതായിട്ട് ജോലി ചെയ്യാനായി ഇസ്രായേൽ പോയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മലയാളിയാണ് മാക്സ്വെൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. നേരത്തെ നമുക്ക് സൗമ്യയുടെ കാര്യം അറിയാവുന്നതാണ്. ഇടുക്കി സ്വദേശിനി കഴിഞ്ഞ യുദ്ധത്തിൽ 11 ദിവസം നീണ്ട ഇസ്രായേൽ ഹമാസായിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഒരു മലയാളി യുവതി കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ അത് രണ്ടാമതൊരു മലയാളി കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ഒപ്പം തന്നെ ഈ കൈറോയിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇതുവരെ വിജയിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. പക്ഷേ ഉടനെ തന്നെ വെടിനിർത്തൽ ഉണ്ടാവും 10-ാം തീയതിക്ക് മുൻപ് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനും കമലാ ഹാരിസും ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിനിടയിൽ ഒരുപാട് സംഭവവാസങ്ങൾ ഗസയെ ചുറ്റിപ്പറ്റി, ഗസയിൽ ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാർത്തകൾ വരുന്നുണ്ട്. അതിനിടയിൽ ഒരുപക്ഷെ സ്മിത, പ്രവിത, നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് UN പുറത്തുവിട്ടിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ പ്രത്യേകിച്ച് ഈ ബന്ദികളായി ഇസ്രായേലിൽ നിന്ന് ബന്ദികളായി പിടിച്ചുകൊണ്ടുപോയ ആൾക്കാരിൽ സ്ത്രീകളായിട്ടുള്ള നിരവധി പേരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന റിപ്പോർട്ട് വരുന്നു. പിടിച്ചു കൊണ്ടുപോകുന്നതിനിടയിലും ഒക്ടോബർ 7-ാം തീയതിയായിരുന്നു. പക്ഷെ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ അന്വേഷണം നടത്തുകയായിരുന്നു. ഇസ്രായേലിലും പുറത്തും നടത്തിയ അന്വേഷണത്തിൽ വളരെ ക്രൂരമായിട്ട് അവർ ബലാത്സംഗം ചെയ്യപ്പെട്ടു, ഒരുപാട് പേര് ലൈംഗികമായ അതിക്രമത്തിന് വിധേയമാക്കിയെന്ന റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭ മണിക്കൂറുകളിൽ പുറത്തുവിട്ടിരിക്കുന്നു. അതുകൂടി യുദ്ധത്തിൻ്റെ ഭീകരത കൂട്ടുന്ന അവസ്ഥയാണ്. ഹമാസിന് നേരെയാണ് ആരോപണം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൂതികൾ ആക്രമണം നടത്തുന്നു ചെങ്കടലിൽ, കപ്പലുകൾക്ക് നേരെ അതും തുറന്നുകൊണ്ടിരിക്കുകയാണ് സ്മിത. ശരി, അതേപോലെ തന്നെ ഇനി അമേരിക്കയിലേക്ക് പോയാൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബാലറ്റിൽ നിന്ന് ഒഴിവാക്കിയ ചില സംസ്ഥാനങ്ങളുടെ വിധി റദ്ദാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി. എന്തായാലും ഡൊണാൾഡ് ട്രംപ് മികച്ച ആത്മവിശ്വാസത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ വേണം അല്ലേ മനസ്സിലാക്കാൻ. ഈ സൂപ്പർ ട്യൂസ്ഡേ കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മവിശ്വാസം എന്തായാലും പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലേ പ്രവിത? അമേരിക്കൻ രാഷ്ട്രീയത്തിലെ കൂടുതൽ ശക്തനായിട്ട് ട്രംപ് തിരിച്ചു വരുന്നതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത്. ഒരു ഭാഗത്ത് ട്രംപ് ഏകപക്ഷീയമായി മുന്നേറിക്കൊണ്ട് ഇരിക്കുന്നതിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊളംബിയ ഡിസ്ട്രിക്റ്റിൽ, അതുപോലെ തന്നെ മറ്റൊന്ന് രണ്ട് സ്ഥലങ്ങളിൽ നിക്കി ഹാലിക്ക് അനുകൂലമായിട്ട് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. നിക്കി ഹാലി ഇന്ത്യൻ വംശജയാണ്. അവരാണ് ട്രംപുമായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി പൊരുതുന്നത്. പക്ഷേ ട്രംപ് ഏതാണ്ട് വിജയത്തിൻ്റെ അരികിൽ നിൽക്കുകയാണ്. പക്ഷെ അതിനിടയിൽ ട്രംപിനെ അമ്പരപ്പിച്ചുകൊണ്ട് 1-2 സംസ്ഥാനങ്ങളിൽ, കൊളംബിയൻ ഡിസ്ട്രിക്റ്റിലടക്കം തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ട്രംപിന്. നിക്കി ഹാലി വിജയിച്ചതിൻ്റെ വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും നിക്കി ഹാലിക്ക് സ്ഥാനാർത്ഥിത്വം നേടാൻ പറ്റില്ല. കാരണം നേരത്തെ നടന്ന ഒരുപാട് സംസ്ഥാനങ്ങളിൽ, മിഷിഗൺ അടക്കമുള്ള പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങളിലും ട്രംപിനാണ് വിജയമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപിന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ലഭിക്കും. ഏതാണ്ട്
ഉറപ്പായി നിൽക്കുന്ന അവസരത്തിലാണ് ട്രംപിന് ഒരു വിജയം കൂടി ഉണ്ടായിരിക്കുന്നത്. കൊളറാഡോ, മെയിൻ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ട്രംപിനെ വിലക്കിയിരുന്നു ബാലറ്റിൽ നിന്ന് ട്രംപിൻ്റെ പേര് ഉൾപ്പെടുത്തുന്നതിന്. പ്രത്യേകിച്ച് 2021 ജനുവരി 6 നടന്ന അമേരിക്കയുടെ പാർലമെൻറ്റ് ആക്രമണത്തിൽ പങ്കുണ്ട് ട്രംപിനെന്നുള്ള ഇതിലാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കിക്കൊണ്ട് 2 സംസ്ഥാനങ്ങളിലെ കോടതികൾ വിധിച്ചത്. അതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള വിധി വന്നിരിക്കുന്നു. ട്രംപിനെ അയോഗ്യനാക്കുന്ന നടപടി 2-3 സംസ്ഥാനങ്ങളുടെ നടപടി അത് റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി യുണാനിമസ് ആയിട്ട് ഏകപക്ഷീയം എന്നറിയാം ഏകകണ്ഠമായിട്ട് വിധിച്ചിരിക്കുന്നു. അത് ഒരു തരത്തിൽ ട്രംപിന് ഇനി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് വിലക്കില്ല എന്ന തരത്തിലാണ്. പക്ഷേ ട്രംപ് ഈ പാർലമെന്റ് ആക്രമണത്തിൽ പങ്കാളിയല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ സാധിക്കില്ല. ഒരു വ്യക്തിയെ തടയാൻ സാധിക്കില്ല. അത് മുൻ പ്രസിഡന്റ് ആയാലും സാധാരണ വ്യക്തികളായാലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയാൻ സാധിക്കില്ല എന്നാണ് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. മാലദ്വീപിന് സൗജന്യ സൈനിക സഹായം പ്രഖ്യാപിച്ച ചൈനയുടെ നീക്കത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു ഇന്ത്യ. കൂടുതൽ പ്രകോപനം ഉണ്ടാവുകയാണ് ചൈനയുടെ ഭാഗത്തു നിന്ന്. യഥാർത്ഥത്തിൽ സ്മിത, ഇതൊരു വല്ലാത്ത രീതിയിൽ ഇന്ത്യയെ ആശങ്കയിലാക്കുന്ന ഒരു നീക്കമാണ്. മാലദ്വീപിലെ പുതിയ പ്രസിഡന്റായിട്ട് വന്ന മുഹമ്മദ് മൊയ്സു ഇന്ത്യ വിരുദ്ധനാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ വന്ന ഉടനെ തന്നെ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ അവിടെ ഉണ്ടായിരുന്ന സൈനികരെ പിൻവലിക്കാൻ പറഞ്ഞു. ഇന്ത്യയുടെ സമുദ്ര പര്യവേഷണത്തിൻ്റെത് പിന്നോട്ട് പോകാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ നൽകിയ ഹെലികോപ്റ്ററുകളും അതൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട് താനും. എന്തായാലും ഇന്ത്യയുടെ സൈനികർ അവിടെ നിന്ന് മാർച്ച് 10-ാം തീയതിക്കകം ഒഴിഞ്ഞു പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ ചൈന രംഗത്ത് വന്നിരിക്കുന്നു. സൗജന്യമായി സൈനിക സഹായം നൽകാം. സൗജന്യം എന്ന് പറയുമ്പോൾ അറിയാലോ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ രാജ്യമാണ് മാലദ്വീപ്. ചെറിയ രാജ്യമാണെങ്കിലും മാലദ്വീപിന് ചുറ്റും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മേധാവിത്വം സ്ഥാപിക്കാൻ ഒരു പടി കൂടി ചൈനയ്ക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് മാലദ്വീപിലെ സ്വാധീനം. ഇതുവരെ ഇന്ത്യക്കായിരുന്നു അവിടെ. മാലദ്വീപ് എല്ലാ കാലത്തും ഇന്ത്യയോട് ഒട്ട് നിന്നിരുന്ന രാജ്യമാണ്. ഇന്ത്യ വലിയ രീതിയിൽ സഹായം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഈ മണിക്കൂറുകളിൽ വളരെ കടുത്ത ഭാഷയിൽ ഞങ്ങളെ അങ്ങനെ പേടിപ്പിക്കാൻ നോക്കണ്ട, ഇന്ത്യയെ ചൈനയെ പിടിച്ചുകൊണ്ട് എന്നുള്ള രീതിയിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ പ്രതികരിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇന്ത്യ വലിയ എതിർപ്പാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. കാരണം ചൈന കയറി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി ചൈനയുടെ ചാരക്കപ്പൽ മാലദ്വീപിലെത്തി. അതിനെതിരെ ഇന്ത്യ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൊത്തമായിട്ട് സംഘർഷമുണ്ടാക്കുന്ന രീതിയിലേക്ക് ചൈനയുടെ നീക്കങ്ങൾ മാറുന്നു. ഇന്ത്യ അത് വളരെ സൂക്ഷിച്ച് അവിടെ സേനാവിന്യാസം കൂട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലൊക്കെ സേനാവിന്യാസം കൂട്ടിയത് തന്നെ ചൈനയുടെ ഈ പ്രശ്നം കൊണ്ട് തന്നെയാണ്. സ്മിത, പ്രവിത. താങ്ക് യു പി ജെയിംസ്. അന്താരാഷ്ട്ര വാർത്തകളുമായി പ്രേക്ഷകർക്കൊപ്പം ചേർന്നത് പി ജെയിംസ് ആണ്.